പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണം ദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. കുംഭവേഷധാരിണിയായ ചൂടാല ഭർത്താവായ ശിഖിത്വജനെ പ്രബുദ്ധനാക്കാൻ ശ്രമിക്കുകയാണ്. ത്യാഗം കൊണ്ട് സത്യസാക്ഷാത്കാരം സാധിക്കൂ. പക്ഷെ എന്താണ് ത്യാഗം? ഇതാണ് മനോഹരമായ ഒരു കഥയിൽ കൂടി ചൂടാല ശിഖിത്വജനെ ആദ്യം വിവരിച്ചു കേൾപ്പിച്ചത്. ത്യാഗം അന്തിമമായും വസ്തുബോധമാണ്. ഒരു സ്ഥലം വിട്ടുപോയതുകൊണ്ടോ ചില ബാഹ്യദൃശ്യങ്ങളെ ഉപേക്ഷിച്ചത് കൊണ്ടോ ത്യാഗമാവില്ല. വസ്തു ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പുവരുത്തുക. ആര് ത്യജിക്കാൻ, എന്ത് ത്യജിക്കാൻ? ആകെ ഒരു വസ്തുവേ ഉള്ളൂ. അത് എന്ത് ത്യജിക്കാൻ, എന്തിനെ ത്യജിക്കാൻ? ഈ വസ്തുബോധമാണ് ശരിയായ ത്യാഗം. അല്ലാതെ കൊട്ടാരവും രാജ്യവും ഖജനാവും ഒക്കെ വിട്ടിട്ട് കാട്ടിൽ വന്ന് ഒരാശ്രമം കെട്ടി താമസിച്ചത് കൊണ്ട് ത്യാഗമാവില്ല. ഇക്കാര്യം ചൂടാല മനോഹരമായി ഒരു കഥയിൽ കൂടി ശിഖിത്വജനെ പറഞ്ഞു കേൾപ്പിച്ചു. വീണ്ടും ശിഖിത്വജന്റെ അജ്ഞാനത്തിന്റെ കാഠിന്യത്തെക്കുറിച്ച് മറ്റൊരു കഥ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അധേമാം അപരം രമ്യം വൃത്താന്തം ശൃണു ഭൂമിപ പരം പ്രബോധനം ബുദ്ധേ സാധോ സദൃശമാത്മന. അല്ല രാജാവേ, മറ്റൊരു കഥ കേട്ടോളൂ. അങ്ങയുടെ ബുദ്ധിക്ക് ആത്മതത്വം ഗ്രഹിക്കാൻ ഈ കഥ വളരെ സഹായിക്കും. അസ്തി വിന്ധ്യവനെ ഹസ്തി മഹായൂഥപയൂഥപ വജ്ര അസ്ഥി വിഷമവും ദീർഘവും തസ്യാസ്ഥാം ദശനവും സിതവും. വിന്ധ്യ വനത്തിൽ ഒരു ആന ഉണ്ടായിരുന്നു. വലിയ ഒരു ആനപ്പറ്റത്തിന്റെ തലവനാണ് അയാൾ. വജ്രം പോലെ ബലവത്തായ രണ്ട് കൊമ്പുകളും രണ്ട് വെളുത്ത കൊമ്പുകളും ആ ആനയ്ക്ക് ഉണ്ടായിരുന്നു. സബദ്ധോ ലോഹജാലേന ഹസ്തിവേന ഇലാഭിത നിബദ്ധോ യന്ത്രനാമാപ ക്രൂര ശൃംഖലയാർജിത. എന്തിന്? ആ ആനയെ ഒരു ആനക്കാരൻ ബന്ധിച്ചു. സബദ്ധോ ലോഹജാലേന, അല്ലൊരു ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. നിബദ്ധോ യന്ത്രനാമാപ, സ്വതന്ത്രനായിട്ട് നടന്ന ആനയാണ്. അതിനെ പിടിച്ചു കെട്ടിയപ്പോ വല്ലാത്ത ദുഃഖമുണ്ടായി. ക്രൂര ശൃംഖലയാർജിത, കടുത്ത ഇരുമ്പ് ചങ്ങല കൊണ്ട് തളയ്ക്കപ്പെട്ട ആന അത്യന്തം പരവശത അനുഭവിച്ചു. ഖേദാം നികടനിർഭേദം ചകാര സമപങ്കജ ദണ്ഡാഭ്യാം യത്നതസ്താഭ്യാം മുഹൂർത്തദ്വിതയേനത്തു. എന്തായാലും ഈ ചങ്ങല പൊട്ടിക്കണം എന്ന് ആന തീരുമാനിച്ചു. ഖേദാത്, വളരെ ക്ലേശിച്ചതിനു വേണ്ടി പ്രയത്നിച്ചു. ഖേദാ നികട നിർഭേദം ചകാര, ആ ചങ്ങല പൊട്ടിച്ചു. മതങ്കജ ദന്താഭ്യാം യത്നത, തന്റെ കൊമ്പുകൾ കൊണ്ട്, തന്റെ ദന്തങ്ങൾ കൊണ്ട് വളരെ പരിശ്രമിച്ച് ആ ചങ്ങല പൊട്ടിച്ചു. രണ്ട് കൊമ്പുകളുണ്ടല്ലോ, ആ രണ്ട് കൊമ്പുകളും ഉപയോഗിച്ചാണ് ചങ്ങല പൊട്ടിച്ചത്. കുറച്ചു നേരം പ്രയത്നിക്കേണ്ടി വന്നു, എങ്കിലും ചങ്ങല പൊട്ടി. തസ്യതം നികടോച്ഛേദം ദൃഷ്ട്വാ തദ്ബന്ധനിശ്ചയ പപാദാഥ ഗജേന്ദ്രസ്യ മൂർധ്നി താലതരോരിപ്പോ. ഈ കഥ എന്താണ്, ഈ കഥയിലെ തത്വമെന്ന് ഇനി വിവരിക്കണം. എങ്കിലും നമുക്കിപ്പോഴേ
ആ തത്വം കൂടി അല്പം ഗ്രഹിച്ചു പോയാൽ കഥ നല്ലവണ്ണം രസിക്കും. ഈ ആന ശിഖിധ്വജൻ തന്നെയാണ്. ജീവൻ വിന്ധ്യവനത്തിലെ ഈ സംസാര കാനനത്തിൽ അകപ്പെട്ട ജീവൻ, ആ ജീവനെ ബന്ധിച്ചു, ആനക്കാരൻ ബന്ധിച്ചു. ആരാണ് ആനക്കാരൻ? അജ്ഞാനം. അജ്ഞാനമാകുന്ന ആനക്കാരൻ ജീവനാകുന്ന, ഇവിടെ ശിഖിധ്വജൻ, ശിഖിധ്വജനാകുന്ന ആനയെ ബന്ധിച്ചു. വലിയ ഇരുമ്പ് ചങ്ങല കൊണ്ട് ഈ വാസന രൂപത്തിലുള്ള ചങ്ങല കൊണ്ട്, സംസാര വാസന, എന്റെ വീട്, എന്റെ കൊട്ടാരം, എന്റെ രാജ്യം, എന്റെ ബന്ധുക്കൾ, ഭാര്യ, പുത്രന്മാർ എന്നൊക്കെയുള്ള ആ സംസാരബന്ധം, സംസാരവാസന, സംസാരവാസനയാകുന്ന ഇരുമ്പ് ചങ്ങല കൊണ്ട് ജീവനെ ബന്ധിച്ചു. ജീവനാകുന്ന ആനയെ, ഇവിടെ ശിഖിധ്വജനാകുന്ന ആനയെ ബന്ധിച്ചു. ബന്ധിക്കപ്പെട്ടപ്പോ ആന വല്ലാതെ ക്ലേശിച്ചു. അതാണല്ലോ ശിഖിധ്വജൻ രാജ്യഭാരമേറ്റു. പക്ഷെ അദ്ദേഹത്തിന് ഈ സംസാരബന്ധത്തിന്റെ ദുരന്തമായ സ്ഥിതി ബോധ്യപ്പെട്ടതോടെ വേദാന്ത ചർച്ചകളും മറ്റും തുടങ്ങി. ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകണം, ഇവിടെ ഇങ്ങനെ തുടരാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച് ശാസ്ത്ര ചർച്ച ചെയ്തു. അങ്ങനെ ആ ആനയ്ക്ക് രണ്ട് കൊമ്പുകൾ, വിവേകവും വൈരാഗ്യവും. വിവേകം, നിത്യ അനിത്യ വസ്തു വിവേകം, എന്താണ് നിത്യം എന്താണ് അനിത്യം എന്ന വിവേകം ഉണ്ടായി. വൈരാഗ്യം, ഈ ജീവിതത്തോട് വിരക്തി. കൊട്ടാരം, രാജ്യം, ഖജനാവ് ഒക്കെ അതീവ നിസ്സാരം, നശ്വരം, ക്ഷണഭംഗുരം. എനിക്കിതൊന്നും ആവശ്യമില്ല, എനിക്ക് ആത്മാവിനെ കിട്ടണം, ആത്മസാക്ഷാത്കാരം നേടണം എന്ന് തീരുമാനിച്ച് സകല ഭൗതിക സുഖങ്ങളോടും വിരക്തി. ഇതാണ് വിവേകം, വൈരാഗ്യം എന്ന രണ്ട് കൊമ്പുകൾ ജീവന്. ഈ രണ്ട് കൊമ്പുകളും കൊണ്ട് സംസാരവാസനയാകുന്ന ഇരുമ്പ് ചങ്ങലയെ പൊട്ടിക്കാൻ ശ്രമിച്ചു. കുറച്ചു കാലം വേണ്ടി വന്നു, എങ്കിലും ചങ്ങല പൊട്ടി, ഇരുമ്പ് ചങ്ങല പൊട്ടി. എന്താ ശിഖിധ്വജന് ഇരുമ്പ് ചങ്ങല പൊട്ടിയത് എങ്ങനെയാ? കൊട്ടാരവും രാജ്യവും ഭാര്യയും ഒക്കെ കൈവിടാൻ അദ്ദേഹം തീരുമാനിച്ചു. നേരം പോക്കാണോ ഇത്? ഒരു രാജാവ് തന്റെ സകല സൗഭാഗ്യങ്ങളും സകല ഭൗതിക സമ്പത്തും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇത് നിസ്സാരമായ ഒരു തീരുമാനം അല്ല. സംസാരവാസനാബന്ധമാകുന്ന ഇരുമ്പ് ചങ്ങലയെ പൊട്ടിക്കൽ തന്നെയാണ്. അദ്ദേഹം അത് പൊട്ടിച്ചു. അങ്ങനെ ദന്താഭ്യാം യത്നതസ്ഥാഭ്യാം മുഹൂർത്തദ്യുതയേനതു അല്പകാലം പ്രയത്നിച്ച് വിവേക വൈരാഗ്യങ്ങളാകുന്ന കൊമ്പുകളുണ്ട്. തസ്യതം അദ്ദേഹം നികട നിർഭേദം ചകാര, ചങ്ങല പൊട്ടിച്ചു. തസ്യതം നികട ഉച്ഛേദം ദൃഷ്ട്വാ തദ്ബന്ധനിശ്ചയ പപാദാഥ ഗജേന്ദ്രസ്യ മൂർധ്നി താളതരോരിപു. പക്ഷേ ഒരാന ചങ്ങല പൊട്ടിച്ചാൽ സമർത്ഥനായ ആനക്കാരൻ വിട്ടുകൊടുക്കോ? ഈ ആനയെ വീണ്ടും തളയ്ക്കണം എന്ന് തന്നെ ആനക്കാരൻ തീരുമാനിച്ചു. അതായത് അജ്ഞാനം തീരുമാനിച്ചു. ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവനെ വീണ്ടും തളയ്ക്കണം എന്ന് തീരുമാനിച്ചു. ഒരു മരത്തിന്റെ മുകളിൽ, ഒരു വലിയ പനമരത്തിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് ആന ചങ്ങല പൊട്ടിച്ച് അങ്ങ് യാത്രയായി. പക്ഷെ ആനക്കാരൻ കൂടെ പോയി വഴിയിൽ ഒരു പനമരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ആനയുടെ മുതുകിലേക്ക് ചാടി, മരത്തിൽ നിന്നും മുതുകിലേക്ക് ചാടി. പമാതാഥ ഗജേന്ദ്രസ്യ മൂർധ്നി താളതരോരിപു. ഗജേന്ദ്രന്റെ മൂർധാവിൽ ലക്ഷ്യമാക്കി പതിച്ചു.
സോ അപതത് ദുർമതിർ ഭൂമാവ് അപ്രാപ്യ കരുണശിര തമ്പുരപതിതം ദൃഷ്ട മഹേഭ കരുണാം യയു. പക്ഷേ തലയിൽ ചെന്നിരിക്കണം എന്ന് കരുതിയാണ് ചാടിയത്. പറ്റിയില്ല, വീണത് ഭൂമിയിലാണ്. ആന നോക്കി, ശരി, ഇവൻ എന്നെ തളയ്ക്കാനായിട്ട് വീണ്ടും പനമരത്തിന്റെ മുകളിൽ നിന്നും എന്റെ തലയിലേക്ക് ചാടി, ചാട്ടം പിഴച്ചു, ഭൂമിയിൽ വീണു. പക്ഷെ ഭൂമിയിൽ വീണ ഇവന് ഞാനിനി എന്തിന് ശല്യപ്പെടുത്തണം? അവൻ എന്റെ തലയിൽ വീണില്ലല്ലോ, പാവം, അവൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് ആനക്കാരനെ വിട്ടയച്ചു. അങ്ങനെ എന്താ ഈ ആനയ്ക്ക് ഈ ദൈവം തോന്നാൻ? വെറും ജന്തുക്കൾക്ക് പോലും ചിലപ്പോൾ ചിലരോട് ദയവ് തോന്നാറുണ്ട്. കേവി സ്മാരകുണ സന്ത സന്ധി തിര്യഗതാവപി പതിതം ദലയാമീതി കിംനാമ മമ പൗരുഷം. തറയിൽ വീണ് കിടക്കുന്ന ഇവനെ കൊല്ലുന്നതിൽ എനിക്കെന്ത് പൗരുഷമാണ്? വേണ്ട, പൊക്കോട്ടെ എന്ന് തീരുമാനിച്ചു. വാരണോപീത് കലയൻ ന ജഘാന സത്തം ദീപും കേവലം തം പരിത്യജ്യ സ്വദേശം സയയു ഗജ. ഞാൻ ഒരു ആന, ഇവൻ അതിനിസ്സാരനായ ഒരു മനുഷ്യൻ, ഇവനെ കൊന്നിട്ട് എനിക്കിപ്പോ എന്ത് വേണം എന്ന് പറഞ്ഞ് ആനയെ കൈവിടിഞ്ഞു. തന്റെ കാട്ടിലേക്ക്, താൻ പണ്ട് ജീവിച്ചിരുന്ന ആ കാട്ടിലേക്ക് ആന യാത്രയായി. ഗതയെ ഗജയെ സമുത്തസ്ഥ ഹസ്തിപസ്വസ്ഥദേഹധീ സോ അന്വേഷ ഗജം യത്ന ഉന്മുഖാന്തരിതം വനേ. ആന പോയി. വീണ സ്ഥലത്ത് നിന്നും ആനക്കാരൻ വീണ്ടും എണീറ്റു. ആനക്കാരൻ വിടുവോ? വീണു, അതൊക്കെ ശരി. വീണ്ടും ആനയെ ബന്ധിക്കണം, അതാണ് ആനക്കാരന്റെ ലക്ഷ്യം. അവൻ പതുക്കെ ആനയുടെ പുറകെ പോയി. സോ അന്വേഷ ഗജം യത്ന ഉന്മുഖാന്തരിതം വനെ ചിരേണ അലഭ്യതേ ഭേന്ദ്രൻ കസ്മിൻശ്ചിത് കാനനെ സ്ഥിതം സഘാതവലയം ചക്രേ ഹസ്തിപക്കാനനെ ഭിത. കണ്ടുപിടിച്ചു ആനയെ. അവൻ ഇപ്പൊ എന്ത് ചെയ്തു? ഗംഭീരമായ ഒരു കുഴി ഒഴിച്ചു ആനയെ വീഴ്ത്താനായി. സഘാതവലയം ചക്രേ ഹസ്തിപക്കാനനെ ഭിത ഉപരിയസ്തകയത് ജീർണലതൗഖേന സത്തം ഷഠഃ. ആ ഷഠൻ, ആ കുഴി നല്ല ഒന്നാന്തരം പുല്ലുകളും ചെടികളും കൊണ്ട് മൂടി മുകളിൽ. എന്നിട്ട് ഈ ആന എപ്പോ വീഴും എന്ന് കാത്തിരിക്കുകയാണ്. ദിനൈ കതിവയൈരേവ വാരണോ വിഹരന്മനെ തസ്മിൻ നിബതിതഖാതെ ശുഷ്ക അബ്ധാവിവ പർവതഃ. എന്തിന്? ഏതാനും ദിവസം അയാൾ നോക്കിയിരുന്നു. ആന അതിലെ കടന്നു വന്നു. പുല്ലും ചെടികളും കൊണ്ട് വായി മൂടിയിരിക്കുന്ന ആ കുഴിയിൽ ആന വീണു. തസ്മിൻ നിബതിതഖാതെ ശുഷ്ക അബ്ധാവിവ പർവതഃ. വെള്ളം ഉണങ്ങിക്കിടന്ന ഒരു സമുദ്രത്തിൽ, വെള്ളം ഉണങ്ങിയ സമുദ്രത്തിൽ പർവ്വതമെന്ന പോലെ ഈ ആന ആ കുഴിയിൽ വീണു. ഇതി ഭൂയോ ദൃഢം ബദ്ധഃ തേന ഹസ്തിപകേന സഹ തിഷ്ഠത്യദ്യാപി ദുഃഖേന സ്വസത്മനി യഥാ ബലി. അലയോ രാജാവേ, ആ ആനയെ ആനക്കാരൻ വീണ്ടും ദൃഢമായി ബന്ധിച്ചു. ആന ഇപ്പോഴും ബദ്ധനായി ആനക്കാരന്റെ ചുൽപ്പടിയിൽ നിൽക്കുക. അഹന പുഷ്കരേണാസവും യദ്യഗ്രേ പതിതം രിപും തന്നാലപ്സ്യത തദ്ദുഃഖം ഗജഘാത നിബന്ധനം. രാജാവേ, അങ്ങ് ഒന്ന് ആലോചിച്ചു നോക്കണം. ആ പനമരത്തിന്റെ മുകളിൽ നിന്നും അങ്ങയുടെ മുമ്പിൽ, അല്ല ആനയുടെ മുമ്പിൽ, അങ്ങയുടെ അല്ല, ഇവിടെ കഥയൊന്നും പറഞ്ഞിട്ടില്ല, ആനയുടെ മുമ്പിൽ ആനക്കാരൻ ചാടി. അവനെ അപ്പോൾ തന്നെ കൊന്നിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് വരുമായിരുന്നു. അല്പം ദയ കാണിച്ചു. കഷ്ടം, ഇവൻ നിസ്സഹായനായ ഒരു മനുഷ്യൻ, ഇവനെ ഞാൻ എന്തിനു കൊല്ലണം എന്ന് കരുതി ആ ആനക്കാരനെ വിട്ടയച്ചു. അതിന്റെ ഫലമാണ് ആന വീണ്ടും അനുഭവിക്കുന്നത്. അവൻ കുഴിയുണ്ടാക്കി ആനയെ അതിൽ പതിപ്പിച്ചു. ഇപ്പൊ ഇതാ ദൃഢമായി ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. നേരെ മറിച്ച് അന്ന് ആ പനമരത്തിൽ നിന്നും ചാടി തറയിൽ വീണ നിമിഷം
കൊമ്പുകൊണ്ട്, നല്ല കൊമ്പുകൾ, ആ കൊമ്പുകൾ കൊണ്ട് അവനെ പൂർണ്ണമായും വധിച്ചിരുന്നു എങ്കിൽ വീണ്ടും ഈ ബന്ധം വേണ്ടിവരുമായിരുന്നു. തന്നാലക്ഷ്യത ദുഃഖം ഗജഘാത നിബന്ധനം മൗർഖ്യ ആഗാമിനം കാലം വർത്തമാന ക്രിയാക്രമൈ അശോധയന്നരോ ദുഃഖം യാതി വിന്ധ്യഗജോ യഥ. ഇതുപോലാണ് മനുഷ്യൻ. മനുഷ്യന് വിരക്തിയും വിവേകവും ഒക്കെ വരുന്നു. പക്ഷെ അവന് തന്നെ പിടികൂടിയിരിക്കുന്ന ആ അജ്ഞാനത്തെ അപ്പോൾ തന്നെ നശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് വിവേകവും വൈരാഗ്യവും വെച്ചുകൊണ്ട് തന്നെ വേറെ എന്തൊക്കെയോ ക്രിയാകലാപങ്ങളിൽ ഏർപ്പെട്ട്, കർമ്മപരിപാടികളിൽ ഏർപ്പെട്ട് അന്ത്യം വരെ അജ്ഞാനത്തിന് നാശമില്ലാതെ ബദ്ധനായി കഴിയാനിട വരുന്നു. എന്താണ് ഇതിന്റെ താല്പര്യം? രാജാവിന് വിവേകവും വൈരാഗ്യവും വന്നു. അതിന്റെ ഫലമായിട്ടാണല്ലോ കൊട്ടാരവും രാജ്യവും ഒക്കെ ഉപേക്ഷിച്ചത്. അല്ലാതെ ആർക്ക് സാധിക്കും? ഭൗതികമായ സമ്പത്ത് പാടെ ഉപേക്ഷിക്കാൻ ആർക്ക് സാധിക്കും? വാസ്തവത്തിൽ രാജാവാകുന്ന ആന അജ്ഞാനമാകുന്ന ആനക്കാരന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു. ഈ കൊട്ടാരവും രാജ്യവും ഒക്കെ ഉപേക്ഷിച്ചപ്പോൾ പക്ഷെ എന്ത് ചെയ്തു? വീണ്ടും ആനക്കാരൻ ആനയെ പിടിക്കാൻ ശ്രമിച്ചു. ഇത് ഉപേക്ഷിച്ചപ്പോൾ അജ്ഞാനം വാസ്തവത്തിൽ തളർന്ന് രാജാവിന്റെ മുമ്പിൽ വീഴുകയാണ്. നമ്മൾ തന്നെ വീടും ഭൗതിക സമ്പത്തും ഒക്കെ ഒരാൾ ഉപേക്ഷിക്കാൻ ശ്രമിച്ചു നോക്കുക. സന്യസിക്കണം. ഗൃഹസ്ഥാശ്രമം ക്ലേശമാണ്. ഭൗതിക സുഖങ്ങൾ നശ്വരങ്ങളാണ്. എനിക്കിവയിലൊന്നും താല്പര്യമില്ല, ഞാൻ സന്യസിക്കാൻ തീരുമാനിച്ചു. ശരി, തിരുവനന്തപുരത്താണ്, നല്ലൊരു വീടുണ്ട്, കുടുംബമുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. ഒന്നും കഴിയില്ല. വേണ്ടത്ര സമ്പത്തുണ്ട്. ഇല്ല, ഇതൊക്കെ നശ്വരം. ആര് പറഞ്ഞു? ഗീത പറഞ്ഞു, അല്ലെങ്കിൽ ഉപനിഷത്ത് പറഞ്ഞു, അല്ലെങ്കിൽ വേദാന്ത ശാസ്ത്രഗ്രന്ഥങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഗുരു പറഞ്ഞു. ഇതൊക്കെ നൈമിഷികമാണ്, നശ്വരമാണ്. ശരിയാണ്, ബോധമാണ് സത്യം, ബ്രഹ്മമാണ് സത്യം. ഇതൊക്കെ നശ്വരമാണ്. അതുകൊണ്ട് ഞാനിതൊക്കെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. വലിയൊരു തീരുമാനമാണ്. വിവേകവും വൈരാഗ്യവും കൊണ്ടുള്ള തീരുമാനമാണ്. അജ്ഞാനത്തെ നശിപ്പിക്കാനുള്ള തീരുമാനമാണ്. പക്ഷെ എന്താ തീരുമാനം? ഞാൻ ഈ വീട് ഉപേക്ഷിച്ചോ? ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പോകണം? നേരെ കർണാടകത്തിലേക്ക് അല്ലെങ്കിൽ ഋഷികേശത്തേക്ക് പോവാണ്. ഋഷികേശത്ത് ചെന്ന് അവിടെ ഞാൻ പുതിയൊരു ആശ്രമം ഉണ്ടാകും. കൊള്ളാം. ആശ്രമമുണ്ട്. അവിടെ ആനക്കാരൻ നല്ലൊരു ഒന്നാന്തരം കുഴിച്ചിരിക്കുകയാണ്. അതിന്റെ മുകൾ ഭാഗമൊക്കെ പുല്ലും ചെടികളും കൊണ്ട് നിറച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഇവിടെ നിന്നും രക്ഷപ്പെട്ടു. ആശ്രമം, നദീതീരം, മനോഹരമായ ആശ്രമം, കമണ്ടലു, യജ്ഞോപവീതം, പുഷ്പങ്ങൾ, ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കൽ, കുളി, ജപം ഒക്കെ ആയിട്ട് ഇതിത്രയും കൂടെ ചേർന്ന് മനോഹരങ്ങളായ പുല്ലും ചെടികളും കൊണ്ട് മൂടിയിരിക്കുന്ന ഒരു കുഴിയാണ്. അവിടെ ചെന്നങ്ങ് പതിച്ചു. ഇപ്പൊ എന്താ? എന്റെ ആശ്രമം, കാലത്തെ പൂവ് എവിടെ കിട്ടും? വെള്ളം, നല്ല കുളി, എന്തൊക്കെയാണ് ആഹാരങ്ങൾ? കൊട്ടാരത്തിൽ നല്ല ആഹാരങ്ങളൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ എവിടെയാണ് നല്ല ഫലം കിട്ടുക? നല്ല കിഴങ്ങ് വർഗ്ഗങ്ങൾ കിട്ടുന്നത് എവിടെയാണ്? ആ ആഹാരത്തിനായിട്ട് അന്വേഷിച്ച് നടക്കണം. അങ്ങനെ പല പല കർമ്മ പരിപാടികൾ. കൊട്ടാരത്തിൽ കാലത്ത് എണീറ്റാൽ പ്രജകളുടെ കാര്യം നോക്കണം, മറ്റു രാജ്യകാര്യങ്ങൾ അന്വേഷിക്കണം. ഇങ്ങനെയുള്ള കർമ്മങ്ങളായിരുന്നു. ഇവിടെ ജപിക്കണം, പൂവ് അന്വേഷിക്കണം, ഫലമൂലങ്ങൾ അന്വേഷിക്കണം, കമണ്ടലുവിൽ വെള്ളം നിറയ്ക്കണം, ഓണനൂൽ ശുദ്ധിയാക്കണം.
ഇങ്ങനെ ഉള്ള കർമ്മപരിപാടികളാണ്. ഈ രണ്ടിനും തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ നല്ല പുല്ലുകൊണ്ട് മൂടിയിരിക്കുന്ന കുഴി, സംസാരം, അത്രയേ ഉള്ളൂ. അവിടെ അതില്ലായിരുന്നു കൊട്ടാരത്തിൽ. ഇതല്ലാതെ എന്താ വ്യത്യാസം? അജ്ഞാനം നശിച്ചോ? നശിച്ചില്ല. നേരെ മറിച്ച് കൊട്ടാരവും രാജ്യവും ഒക്കെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ധീരമായ ഒരു തീരുമാനം. അവിടെ വെച്ച് തന്നെ അജ്ഞാനത്തെ എന്തുകൊണ്ട് പൂർണ്ണമായും കൊന്നില്ല? അജ്ഞാനമാകുന്ന ഹസ്തിവനെ, ആനക്കാരനെ എന്തുകൊണ്ട് പൂർണ്ണമായും കൊന്നില്ല? അവിടെ വെച്ച് കൊല്ലാമായിരുന്നല്ലോ. അത് കൊല്ലാത്തത് കൊണ്ടല്ലേ അജ്ഞാനം ഈ ആനയുടെ പുറകെ പോയി ഈ ആനക്കാരൻ, ജീവനാകുന്ന ആനയുടെ പുറകെ അജ്ഞാനമാകുന്ന ആനക്കാരൻ പുറകെ പോയി. ഋഷികേശത്ത് കൂടെ എത്തി. ഇപ്പൊ ഇയാൾ അവിടെ എത്തിയിരിക്കുകയാണല്ലോ. അവിടെ ഒന്നാം തരം ഒരു കുഴി കുഴിച്ചു. അതാണ് ഈ ആശ്രമം. കമണ്ടലു, ഉണു, തപസ്, ജപം, കാലത്ത് എണീറ്റ് ജപം. ദുഃഖത്തിന് വല്ല കുറവുണ്ടോ? ഇവിടെ തന്നെ ശീധ്വജൻ ബ്രഹ്മചാരിയോട് എന്താ പറഞ്ഞത്? ത്യാഗം കൊണ്ട് സത്യം കിട്ടും. അല്ലയോ ബ്രഹ്മചാരി, ഞാനെല്ലാം ത്യജിച്ചു. 18 കൊല്ലമായിട്ട് ഇവിടെ തപസ് ചെയ്യുകയാണ്. എനിക്ക് സത്യം പിടികിട്ടിയില്ല. യാതൊരു സുഖവുമില്ല. വളരെയധികം ക്ലേശമാണ്, ദുഃഖമാണ് എന്നല്ലേ പറയുക. ഈ 18 കൊല്ലം ഇവിടെ വന്ന് തപസ് ചെയ്തിട്ട് ദുഃഖത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. അപ്പോ രാജ്യം തിരിച്ചത് കൊണ്ട് എന്ത് വിശേഷമായി? അപ്പോ അജ്ഞാനത്തെ അവിടെ വെച്ച് കൊന്നില്ല. കൊന്നിട്ട് ജ്ഞാനത്തെ അംഗീകരിച്ചില്ല. അതെങ്ങനെ? എന്താ അജ്ഞാനം? പലത് സത്യമെന്ന് തോന്നുന്നത് അജ്ഞാനം. ഒന്നേ ഉള്ളൂ എന്നുറപ്പുവരുത്തുന്നത് ജ്ഞാനം. പലത് സത്യമെന്ന് തോന്നിയോ? അജ്ഞാനം. എന്തിന് കൊട്ടാരം വിട്ടുപോകണം? അവിടെ ഇരിക്കുന്നു, പ്രജാപാലനം നടത്തുന്നു, കുടുംബാംഗങ്ങളെ രക്ഷിക്കുന്നു, ഖജനാവ് സൂക്ഷിക്കുന്നു, എല്ലാ ജോലികളും ചെയ്യുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ഈ പലത് അസത്യം, ഭ്രമം, ഒന്ന് മാത്രമേ സത്യമുള്ളൂ എന്നുറപ്പിച്ച് അജ്ഞാനത്തെ പൂർണ്ണമായും നശിപ്പിച്ചിട്ട് എന്തുകൊണ്ട് രാജ്യഭാരം തുടങ്ങിയ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൂടാ? ചൂടാല അതല്ലേ ചെയ്തത്? ചൂടാല നേരെ മറിച്ച് ഋഷികേശത്തെത്തി ഒരു പുതിയ ആശ്രമം കെട്ടിയതുകൊണ്ട് അജ്ഞാനം തീർന്നോ? അതായത് പലത് കള്ളം, ഭ്രമം. ഇവിടെ പലതെന്താ? ആശ്രമം, ഊണുനൂൽ, കമണ്ടലു, പൂക്കൾ, നല്ല ശുദ്ധജലം, ഇങ്ങനെ അനേകം. അവയൊക്കെ സത്യമെന്ന് കരുതി അവ സമ്പാദിക്കാനും അവ സൂക്ഷിക്കാനും അത്യന്തം ക്ലേശം. എന്നിട്ട് തപസ്സെന്ന പേരിൽ വെറുതെ ജപവും ചില ക്രിയാകലാപങ്ങളുമായി കഴിഞ്ഞുകൂടുന്നു. ഈ പറയുന്നതിനർത്ഥം ക്രിയാകലാപങ്ങൾ എന്തു തന്നെയായാലും, ഭൗതികമായ സമ്പത്തും സാധന സാമഗ്രികളും എന്തു തന്നെ ആയാലും അജ്ഞാനത്തെ നശിപ്പിക്കാൻ ബുദ്ധിയിൽ ജ്ഞാനത്തിന്റെ ഉറപ്പ് കൊണ്ട് മാത്രമേ സാധ്യമാവൂ. ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തെത്തിയത് കൊണ്ട് അജ്ഞാനം നശിക്കില്ല. കൊട്ടാരം വിട്ട് ആശ്രമത്തിലെത്തിയത് കൊണ്ട് അജ്ഞാനം പോവില്ല. നേരെ മറിച്ച് കൊട്ടാരവും ആശ്രമവും ഖജനാവും ഫലമൂലങ്ങളും കമണ്ടലവും രത്നകുംഭവും തുല്യമാണ്, ഒന്നാണ്, ഒരേ വസ്തു, രണ്ടില്ല ഇവിടെ എന്ന ഉറപ്പുവരുത്തണം. അവിടെ മാത്രമേ അജ്ഞാനം പൂർണ്ണമായി നശിച്ചു കിട്ടൂ. രാജാവിന് കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അത് ചെയ്യാമായിരുന്നു എങ്കിൽ അജ്ഞാനമാകുന്ന ആനക്കാരനെ അവിടെ വെച്ച് കൊല്ലാമായിരുന്നു. പക്ഷെ ആ ആനക്കാരനെ അങ്ങ് സ്വതന്ത്രമായി വിട്ടു. എന്നിട്ട് താൻ ആശ്രമത്തിലേക്ക് വന്നു. ആനക്കാരൻ കൂടെ വന്നു. അവിടെ ആശ്രമം കെട്ടിച്ചു, കോണുനൂലുണ്ടാക്കിച്ചു, കമണ്ടലുണ്ടാക്കിച്ചു, അനേകം പദാർത്ഥങ്ങൾ ഉണ്ടാക്കിച്ചു. അവയൊക്കെ സമ്പാദിക്കാനും സൂക്ഷിക്കാനുമുള്ള പ്രയത്നം ഉണ്ടാക്കി. തപസ്സും ജപവും പൂക്കളും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി.
ഇതുകൊണ്ട് അജ്ഞാനം നശിക്കുമോ? ഇതെന്തുമാകാം, കൊട്ടാരത്തിലെ കർമ്മങ്ങളും ആകാം. ഇതുകൊണ്ട് അതൊന്നും വേണ്ടെന്നല്ല. ഒരാൾക്ക് ആശ്രമവും ആശ്രമകർമ്മങ്ങളുമാണ് ഇഷ്ടമെങ്കിൽ ആയിക്കോളൂ, കൊട്ടാരത്തും രാജ്യഭരണവുമാണ് ഇഷ്ടമെങ്കിൽ ആയിക്കോളൂ. പക്ഷെ അജ്ഞാനത്തെ നശിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ബുദ്ധിയിൽ ഉറപ്പായ വസ്തുബോധം. ഇവിടെ ഒന്നേ ഉള്ളൂ, പലത് കാണുന്നതൊക്കെ അതിലെ വെറും ഭ്രമം. ഈ ഉറപ്പോടുകൂടി വ്യവഹരിക്കുക. സന്യാസിയായാലും രാജാവായാലും ആ ഉറപ്പില്ലെങ്കിലോ ഒരു രക്ഷയില്ല. കൊട്ടാരമായാലും ആശ്രമമായാലും ആ ഉറപ്പില്ലെങ്കിലോ ഒരു രക്ഷയില്ല. കോവിലായാലും ശ്മശാനമായാലും, ശ്മശാനം അല്ലെങ്കിൽ ക്ഷേത്രം, ഈ ഉറപ്പില്ലയോ ഒരു വിശേഷമില്ല. ഈ ഉറപ്പില്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അമ്പലത്തിൽ കൊടിമരം വീണുപോയി ആകെ തുലഞ്ഞു, ഗുരുവായൂരപ്പൻ വല്ലാതെ ക്ഷോഭിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പല പല ക്രിയാകലാപങ്ങളുമായി അങ്ങനെ അന്ധതയിൽ കിടന്ന് കഴിഞ്ഞുകൂടാ. കൊടിമരം വീണതിന് ജ്യോത്സ്യം നടത്തുകയോ പ്രായശ്ചിത്തം ചെയ്യുകയോ ചെയ്യുന്നതിനൊന്നും വിരോധമില്ല. പക്ഷെ ഈ ഉറപ്പ് അതിന്റെ പിന്നിൽ വേണം. ഈ ഉറപ്പുണ്ടെങ്കിലോ എന്ത് കർമ്മപരിപാടിയും ആയിക്കോളൂ. ഈ ഉറപ്പില്ലെങ്കിലോ എന്ത് കർമ്മപരിപാടി കൊണ്ടും വിശേഷമില്ല. ദുഃഖം, ദുഃഖം മാത്രം. അതിരാത്രം നടത്തിയാലും ശരി, പാതിരാത്രം നടത്തിയാലും ശരി, ദുഃഖിക്കുകയല്ലാതെ വേറെ യാതൊരു രക്ഷയില്ല. തൃശ്ശൂരിൽ അതിരാത്രം, അതിരാത്രത്തെ നമ്മൾ ഒരിക്കലും മോശപ്പെടുത്തി പറയുകയല്ല. ഏതെങ്കിലും ഒന്നിനെ മോശപ്പെടുത്തി പറയുക എന്ന് പറഞ്ഞാൽ കർമ്മത്തെ മുഴുവൻ മോശപ്പെടുത്തി പറയുക എന്നാണ് അർത്ഥം. നല്ല വേദാന്തി ഒരു കർമ്മത്തെയും മോശമാക്കി പറയുന്നില്ല. വീട് ഭരിക്കൂ, അല്ലെങ്കിൽ നാട് ഭരിക്കൂ, അല്ലെങ്കിൽ അതിരാത്രം നടത്തൂ, അല്ലെങ്കിൽ സോമയാഗം നടത്തൂ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പൂജ നടത്തൂ, പ്രതിഷ്ഠ നടത്തൂ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. കർമ്മമയമായ സംസാര രംഗത്ത് ഇതൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നല്ലൊരു അദ്വൈത വേദാന്തി ഒരിക്കലും ഇവയൊന്നും കുറ്റം പറയില്ല. ഒക്കെ നടക്കും, എന്നും നടന്നിട്ടുണ്ട്, ഇനി എന്നും നടന്നുകൊണ്ടിരിക്കും. കുറ്റം പറഞ്ഞതുകൊണ്ട് വല്ല വിശേഷമുണ്ടോ? അതുകൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ കുറ്റം പറയുകയാണ് എന്നൊരിക്കലും ധരിക്കരുത്. ഒരു കർമ്മത്തെയും ഒരിക്കലും നാം കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ കർമ്മ എന്തു തന്നെ ആയാലും, അത് തപസ്സായാലും ശരി, ജപമായാലും ശരി, എന്തു തന്നെ ആയാലും ഈ ഏക വസ്തുബോധം വളർത്തുന്നില്ലയോ നിഷ്പ്രയോജനം, ആയാസം മാത്രം, വെറും ശ്രമം. ഭാഗവതം പറയുന്നത് അതാണ്. ആദ്യം തന്നെ ഭാഗവതം പറയുന്നു, വിശ്വക്സേന കഥാസുയ നോത്പാദേതിരതിയതു ശ്രമയേവ ഹി കേവലം. കർമ്മം മുഴുവൻ യഥാർത്ഥ വസ്തുബോധത്തിന് ഉപകരിക്കുന്നില്ലയോ എന്ന് പറഞ്ഞാലോ, കർമ്മം ചെയ്ത് ചെയ്ത് മുമ്പോട്ട് നീങ്ങും തോറും, അത് പൂജയാകട്ടെ, തപസ്സാകട്ടെ, അർച്ചനയാകട്ടെ, അല്ലെങ്കിൽ വീട്ടുകാര്യമാവട്ടെ, അല്ലെങ്കിൽ രാജ്യകാര്യമാവട്ടെ, എന്ത് കർമ്മവുമാവട്ടെ, അത് ചെയ്ത് ചെയ്ത് മുമ്പോട്ട് പോകും തോറും കർമ്മവാസന കുറഞ്ഞ സത്യം ഉറപ്പുവരുന്നില്ലയോ, ആ കർമ്മം മുഴുവൻ മരണം അടുക്കുമ്പോൾ വെറും ശ്രമം, ക്ഷീണിക്കാൻ വേണ്ടി ചെയ്ത കുറെ കാര്യങ്ങൾ, ക്ഷീണിക്കാൻ വേണ്ടി മാത്രം. ഇത്രനാളും കർമ്മം ചെയ്തു, ഞാൻ അഞ്ച് വീട് വെച്ചു, 4 കാറ് മേടിച്ചു, അല്ലെങ്കിൽ ഞാൻ പ്രൈം മിനിസ്റ്ററായി, അല്ലെങ്കിൽ ഞാൻ അഹോരാത്രല്ലോ അതിരാത്രത്തിന്റെ യജ്ഞപതിയായി, ആശ്രമത്തിന്റെ മഠാധിപതിയായി ഒക്കെ ആയി. ഈ സത്യം ബോധ്യപ്പെട്ടോ വളരെ സന്തോഷം. അതില്ലയോ, എന്തിനാശ്രമാധിപതിയായി, എന്തിന് യജ്ഞപതിയായി, എന്തിന് മന്ത്രിയായി, എന്തിന് പ്രധാനമന്ത്രിയായി? ക്ഷീണിക്കാൻ വേണ്ടി മാത്രം. അവസാനം എന്താ? നമുക്ക് ഏത് ഗംഭീരന്റെ ജീവിതം പരിശോധിച്ചു നോക്കുള്ളൂ. ഇവൻ വെറുതെ വിടണ്ട. ഗംഭീരന്മാരായ നമ്മുടെ കഴിഞ്ഞകാല ചരിത്രത്തിലെ
അതിഗംഭീരന്മാരായ രാഷ്ട്രീയ പ്രവർത്തകന്മാർ, സാമൂഹ്യ പ്രവർത്തകന്മാർ, കുടുംബ ഗൃഹസ്ഥന്മാർ, ഇവരുടെയൊക്കെ ജീവിതം പരിശോധിച്ച് നോക്കുള്ളൂ. ഒരു കിടപ്പിലായോ? കിടപ്പിലായപ്പോ എന്താ? ഇതേവരെ ചെയ്തതൊക്കെ കരയാൻ, കണ്ണുനീർ വാർക്കാൻ വേണ്ടി മാത്രം. കണ്ണുനീരിങ്ങനെ ധാരധാരായി ഞാൻ പലരും ചെന്ന് കണ്ടതോ ഒക്കെ കിടപ്പിലായി, എണീക്കാൻ വയ്യ. അപ്പൊ ഇതേവരെ ചെയ്തത് അവർക്ക് ഇങ്ങനെ കണ്ണുനീർ വാർക്കുക എന്ന് പറഞ്ഞാൽ, ഇതേവരെ എന്തിനിതൊക്കെ ചെയ്തു, എന്തിന് ഗവർണറായി, എന്തിന് മന്ത്രിയായി, എന്തിനതായി, ഇതായി. ഈ കിടപ്പിൽ കിടന്ന് കണ്ണുനീർ വാർക്കാൻ, ക്ഷീണിക്കാൻ, അതാണ്